ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എപ്പോഴും ചിരിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. മോളുടെ എല്ലാ ആഗ്രഹവും ഈശ്വരൻ സാധിച്ചു തരും. ഇത് മൂത്ത മോള ദുർഗ. മൂത്ത മോളോ? എന്നിട്ട് നേരത്തെ സംസാരിച്ചപ്പോ ഈ കുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതങ്ങനെയാ, ഇടയ്ക്ക് ഇവരൊക്കെ ദുർഗയെ മറക്കും. ഓ, അതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല. അമ്മേ, ദുർഗ. കൂടെയുള്ളത് ഹസ്ബൻഡ് ആയിരിക്കും അല്ലേ? അല്ല, ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആളാ അല്ലേ ദുർഗെ? ഓ, ഇപ്പൊ കല്യാണത്തിന് മുമ്പേ ഒന്നിച്ച് കറക്കമല്ലേ ന്യൂ ജനറേഷന്റെ പണി. ന്യൂ ജനറേഷനിൽ മാത്രമല്ല, ഈ ജനറേഷനിലും വകതിരിവില്ലാത്ത ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവര് ചില സമയങ്ങളിൽ സ്വന്തം സ്ഥാനവും നിലയും ഒക്കെ മറന്ന് പെരുമാറും. വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പരസ്പരം സഹായിച്ച് സപ്പോർട്ട് ചെയ്യുന്നതില് തെറ്റില്ലെന്ന എന്റെ അഭിപ്രായം. അല്ലേ കിരൺ? ഇവര് രണ്ടുപേരും ധ്വനിമോളുടെ അധ്യാപകരും കൂടിയാണ് കേട്ടോ. ടീച്ചറാണോ? അതെ. ഇന്നത്തെ കാലത്ത് ഈ പിള്ളേരെ പഠിപ്പിച്ചതുകൊണ്ട് എന്ത് കിട്ടാനാ? അത് ശരിയാ. ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോവാനുള്ള കാശെങ്കിലും കിട്ടുവോ? ഞങ്ങൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് കാശിന് വേണ്ടിയിട്ട് മാത്രമല്ല. മിണ്ടാനും കേൾക്കാനും കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് ഒരു സന്തോഷമായിട്ടാ ഞാൻ കരുതുന്നത്. ഇതൊക്കെ വെറുതെ അങ്ങനെ പറയാൻ കൊള്ളാം. കാശിന് കാശ് തന്നെ വേണം. അല്ലാതെ ഈ ആദർശം വിറ്റ് അരി വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. എനിക്കും രമയുടെ അതേ അഭിപ്രായമാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. ഞാനും നാത്തൂനും ഇങ്ങനെയൊക്കെ തന്നെയാ ദുർഗയോട് പറഞ്ഞു കൊടുത്തേ, അല്ലേ നാത്തൂനെ? അതെ അതെ. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എല്ലാവരും ചിന്തിച്ചാ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആളില്ലാതായി പോവില്ലേ? കല്യാണി, ദുർഗ, ദുർഗ ഇവിടെ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും. അല്ല, നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? പരിചയമുണ്ട്. ആ, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. കല്യാണി ഇവിടെ തന്നെ കാണുമല്ലോ. ഞാനേ ധ്വനിമോളെ ഒന്ന് കണ്ടിട്ട് വരാം. അകത്തേക്ക് ചെല്ല്. ദുർഗയെ കാണുമ്പോ മോക്ക് ഭയങ്കര സന്തോഷാവും. എന്താ മോളുടെ മുഖത്ത് ഒരു വിഷമം? എന്തു പറ്റി? വിഷമിക്കണ്ട കേട്ടോ, ഇന്ന് സന്തോഷിക്കേണ്ട ദിവസാ. ഞാൻ മോൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കാണോ?
ഇഷ്ടപ്പെട്ടോ? ചക്കര. എപ്പോഴും ചിരിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. മോളുടെ എല്ലാ ആഗ്രഹവും ഈശ്വരൻ സാധിച്ചു തരും. വീടൊക്കെ ഇഷ്ടായോ? പിന്നെ വീടൊക്കെ കൊള്ളാം. ഇതേപോലെ വീട്ടിലേക്കൊന്ന് വരണമെന്നും എല്ലാവരെയും ഒന്ന് കാണണമെന്നും ഒരുപാട് തവണ വിചാരിച്ചെങ്കിലും ഇപ്പോഴാ അത് സാധിച്ചത്. അതെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. ആ, വീടൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. താങ്ക്സ്. പക്ഷേ രമാനിലയം പോലാവില്ല. ഫാഷനിലും ട്രെൻഡ് ഫോളോ ചെയ്യുന്ന കാര്യത്തിലും എപ്പോഴും നമ്പർ 1 രമാദേവി തന്നെയാ. രമ്യയുടെ ഡ്രസ്സിങ്ങും ഓർണമെന്റ്സിന്റെ സെലക്ഷനും ഒക്കെ ക്ലബിൽ തന്നെ ഒരു സംസാര വിഷയമല്ലേ? ആ, അതൊക്കെ നമുക്ക് ജന്മനാ കിട്ടുന്ന കഴിവുകളല്ലേ ചന്ദ്രേ. എന്താണോ ചെറുപ്പം മുതലേ എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ നല്ല അറിവുകളുണ്ട്. ചന്ദ്ര ഇപ്പൊ പറഞ്ഞതുപോലുള്ള കോംപ്ലിമെന്റ്സ് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ കിട്ടാറുണ്ടായിരുന്നു. അല്ല, ആനിവേഴ്സറിയുടെ അന്ന് മിസ്സസ് നായർ ഒപ്പിച്ച പണിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ സംഭവം? ആ, അതോ, അതേക്കുറിച്ചൊന്നും ഇപ്പൊ പറയാതിരിക്കുന്നതാ ഭേദം. യാതൊരു കൾച്ചറും ഇല്ലാത്തൊരു സ്ത്രീയാ അത്. ഓ, എന്താ അവര് ചെയ്തതെന്നറിയോ? കട്ടിയാനിരുന്ന കേക്കില് വിഷം സ്പ്രേ ചെയ്യുന്നത് അമ്മ കണ്ടു എന്ന് പറയുന്നത്. എന്റെ ദൈവമേ, എന്നാലും എന്ത് പരിപാടി അവര് കാണിച്ചത്? എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ ഞങ്ങളന്ന് രക്ഷപ്പെട്ടത്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് രമ എന്താ അവരെ പോലീസിൽ ഏൽപ്പിക്കാത്തത്? അവളുമാരെ പോലുള്ളവർക്ക് ജയിൽ ശിക്ഷ തന്നെയാ കൊടുക്കേണ്ടത്. അറിയാഞ്ഞിട്ടൊന്നുമല്ല, പോലീസും കേസും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസത്തിന്റെ സന്തോഷം കളയണ്ടെന്ന് കരുതിയിട്ടാ ഞാനത് ക്ഷമിച്ചു വിട്ടത്. പക്ഷേ അതിന്റെ അർത്ഥം ഞാൻ അവരെ വെറുതെ വിട്ടുവെന്നൊന്നുമല്ല. ഈ രമാദേവി ആരാണെന്ന് ഞാൻ അവരെ അറിയിച്ചിരിക്കുക തന്നെ ചെയ്യും. അതെ, അല്ലെങ്കിലേ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. പുത്തമ്പണക്കാരിയല്ലേ, അതിന്റെ ജാടയാ. അത് തീർക്കുക തന്നെ വേണം. അവരെ ഒതുക്കാൻ രമയുടെ കൂടെ ഞാനും ഉണ്ടാവും. ഇനി ഇതുപോലെ ആരോടെങ്കിലും ചെയ്താ നമ്മൾ അവരെ അവസാനിപ്പിച്ചിരിക്കും.